മായമോളെ എന്ത് കാരണത്താലാണ് അവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു കൊടുത്തേ എന്നൊന്നും അച്ഛനോട് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയണം. എന്ത് പറഞ്ഞിട്ടാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചേ? പോകുന്നതിന് മുമ്പ് അവൻ അച്ഛനോട് എന്തോ ഡീലിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് അച്ഛനും അവനും തമ്മിലുള്ള ആ ഡീൽ എന്താന്ന് എനിക്ക് അറിയണം. അതെ, നീ കരുതും പോലെ ഈ വിവാഹം ഒരു ഡീൽ തന്നെയായിരുന്നു. എന്തിന് അപ്പൊ ആ പെണ്ണിനോട് ഈ ക്രൂരത അച്ഛൻ എങ്ങനെ തോന്നി ചെയ്യാൻ? എന്ത് ഡീലായിരുന്നു അത്? അത് എനിക്കും അവനുമല്ലാതെ മൂന്നാമതൊരാൾക്കും ഈ ലോകത്ത് അറിയില്ല. അതിനി ആരും അറിയാനും പോകുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിച്ച് വെറുതെ നിന്റെ സമയം കളയണ്ട. ഒരിക്കലും എന്റെ വായിൽ നിന്ന് നീ അത് അറിയാനും പോകുന്നില്ല. ആശ്രമത്തിലെ സാമ്പത്തിക പ്രശ്നമാണ് കാരണമെങ്കിൽ അച്ഛൻ ഈ വഴിയാണോ കണ്ടെത്തിയേ? സുഭദ്രേ, പണത്തിന് വേണ്ടി ഞാൻ എന്റെ കുട്ടിയെ കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സുഭദ്രേ? ആശ്രമത്തിൽ ഇതിനു മുമ്പും സാമ്പത്തിക പ്രശ്നം വന്നിട്ടില്ലേ? അന്ന് ആ പ്രശ്നം നിങ്ങളെപ്പോലും അറിയിക്കാതെ ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. എന്നോടാണോ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ആശ്രമത്തിലെ എന്ത് പ്രശ്നങ്ങളും ഞാൻ തന്നെ പരിഹരിക്കും. പിന്നെ നിന്റെ വേദന എനിക്ക് മനസ്സിലാവും. പൊന്നുപോലെ വളർത്തിയ മകൾ നഷ്ടമാകുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാവുന്ന ദുഃഖം ഞാനും അനുഭവിച്ചിട്ടുള്ളതാ. നിന്നെ സമാധാനിപ്പിക്കാനായി ഞാനൊരു കാര്യം മാത്രം പറയാം. അവനെ അവനെ നമ്മുടെ മായയെ കൊടുത്തത് മായയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ മായമോളുടെ ജീവൻ അപകടത്തിലാണ്. അവനല്ലാതെ മറ്റാർക്കും അവളെ രക്ഷിക്കാനാവത്തില്ല. അച്ഛൻ പറഞ്ഞേ? നീ കൂടുതലൊന്നും എന്നോട് ചോദിക്കേണ്ട. പിന്നെ അവളെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കേണ്ട. മായ ഇപ്പോ നിന്റെ മകൾ മാത്രമല്ല, അവന്റെ ഭാര്യയും കൂടെയാണ്. അത് നീ എത്ര വേഗത്തിൽ ഉൾക്കൊള്ളുന്നോ നിനക്ക് അത്രയും നല്ലതായിരിക്കും. അപ്പോ മായമോളെ ജീവൻ രക്ഷിക്കാൻ ആശ്രമം അച്ഛൻ അവനെ എഴുതി കൊടുത്തോ? അത് പറഞ്ഞിട്ടാണോ ഈ കല്യാണം നടന്നത്? നിന്നെ വെറുതെ അല്ല നിന്റെ ഭർത്താവ് പൊട്ടി എന്ന് വിളിക്കുന്നേ. എന്റെ സുഭദ്രെ, നിനക്ക് അവനെ ശരിക്കും അറിയില്ല. മുംബൈ ഭരിക്കുന്ന ലക്ഷ്മി ഗ്രൂപ്പിന്റെ കിരീടം വെക്കാത്ത രാജാവാണ് അവൻ. അവന്റെ ഇപ്പോഴത്തെ ആസ്തി വെച്ച് നോക്കിയാൽ ഇതുപോലത്തെ 1000 ആശ്രമം അവന് നിസാര സമയം കൊണ്ട് പണിതുയർത്താം. അങ്ങനെയുള്ള അവന് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്ന ഈ ആശ്രമം കിട്ടിയിട്ട് എന്തിനാണ്? അതാ നിന്നോട് ഞാൻ പറഞ്ഞ് ഇതിനെക്കുറിച്ച് അധികം നീ അറിയേണ്ടത്. നീ അവന്റെ അടുത്തേക്ക് ചെല്ല്. മായമോള് പോയ വിഷമത്തിലായിരിക്കും അവൻ. അവനെ പോയി സമാധാനിപ്പിക്കുക. മായമോളെ വളർത്തിയത് മുഴുവൻ നിങ്ങൾ രണ്ടുപേരുമല്ലേ. പെട്ടെന്ന് അവൻ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. എന്നാലും നമ്മുടെ മായമോള് അവിടെ സുരക്ഷിതയായിരിക്കുമോ? എന്റെ സുഭദ്രേ, നീ എത്ര തവണയായി ഇത് ചോദിക്കുന്നു? അവൾ അവിടെ സുരക്ഷിതയായിരിക്കും. പോരെ, നീ ഒന്ന് പോയേ. ഈശ്വര, എന്താ ഞാൻ ഈ കാണുന്നേ? ഗുണ്ടകളോ? അവരുടെ കയ്യിലൊക്കെ ഗണ്ണുണ്ടല്ലോ. ഈശ്വര, എനിക്ക് പേടിയാവുന്നു. എന്നെ അവർ കൊല്ലോ? ഇങ്ങയുടെ മുഖത്താണെങ്കിൽ ഒരു വികാരവും ഇല്ലല്ലോ. ഇയാൾക്കെന്താ ഇതൊന്നും പേടിയില്ലേ? വല്ലാത്ത ജന്മം തന്നെ. എന്ത്? ഒന്നുമില്ല. നീ ഇവിടെ ഇരിക്കേ, ഞാനിപ്പോ വരാം. എന്തു വന്നാലും കാറിൽ നിന്ന് ഇറങ്ങണ്ട കേട്ടോ? ശരി. വാട്ട് ഹാപ്പൻ? നമ്മൾ ഓൾറെഡി ലേറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇങ്ങനെ പോയാ ഫ്ലൈറ്റ് മിസ് ആവത്തേ ഉള്ളൂ. അവര് മുന്നിൽ നിന്നും മാറുന്നില്ല. ഓ, ഇവരാണോ? ഇവർക്കെന്താ വേണ്ടേ? സാറിന്റെ വൈഫിനെ വേണമെന്നാ പറയുന്നേ. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ? സാർ ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് സാറിന്റെ വിലപ്പെട്ട സമയം കളയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് വേണ്ട സാധനം സാറിന്റെ കയ്യിലുണ്ട്. അത് ഞങ്ങൾക്ക് തരുവാണെങ്കിൽ ഞങ്ങൾ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഇവിടെ നിന്നും പൊക്കോളാം. സാറിന്റെ കൂടെയുള്ള മായ എന്ന കുട്ടിയെ ഞങ്ങൾക്ക് വിട്ടുതരണം. അവളെ ലക്ഷ്യം വെച്ച് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഈ പണി ഞങ്ങളെ ഏൽപ്പിച്ച ആൾക്ക് അവളെ കൊടുക്കുന്നതിന് ശേഷം വേറെ പണികളുണ്ട് ചെയ്തു തീർക്കാൻ. അതുകൊണ്ട് രണ്ട് കൂട്ടരുടെയും സമയം വെറുതെ പായാക്കരുത്. ഇനി സാറിന് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തട്ടിപ്പറിച്ചെടുക്കാനും ഞങ്ങൾക്കറിയാം. അല്ല, സാറൊന്നും പറഞ്ഞില്ല. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ? നിങ്ങൾ പറഞ്ഞ മായയെ എന്ന് പറയുന്ന പെൺകുട്ടിയെ 2 മണിക്കൂർ മുമ്പ് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ എന്റെ വിലപ്പെട്ട സമയം പായാക്കാതെ ആ കുട്ടിയെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചേനെ. എന്നാ ഇപ്പോ അവൾ വെറും ഒരു മായയല്ല, മായ ലക്ഷ്മി, ഈ വിക്രമിന്റെ ഒരേ ഒരു പത്നി. സ്വന്തം ഭാര്യയെ റോഡിൽ തടഞ്ഞു നിർത്തി കുറച്ച് ആളുകൾക്ക് കൈമാറുന്ന ഭർത്താവല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഭാര്യയെ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നില്ല. ഇനി നിങ്ങൾക്ക് അവളെ വേണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകാം. പോയി അവളെ പിടിച്ചുകൊണ്ടുവാ. അയ്യോ, അവരെന്നെ ഇപ്പൊ കൊല്ലും. ഡ്രൈവർ, വണ്ടി എടുക്ക്. ഇന്നത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തേക്ക്. എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഫ്ലൈറ്റ് നാളേക്ക് ഷെഡ്യൂൾ ചെയ്യാം. നേരെ ഹോട്ടലിലേക്ക് പോവാം. അല്ല, നീ എന്തിനാ പേടിച്ചു വിറച്ച് നിൽക്കുന്നേ? നീ എന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നെ സംരക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോ അവരെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. അവർ ഇനി ഭാവിയിൽ ഒരിക്കലും നിനക്ക് മുൻപിൽ വരില്ല. നീ എൻ്റെ കൂടെ എന്നും സംരക്ഷിതയായിരിക്കും. എന്തായാലും അവനെ ഷൂട്ട് ചെയ്തതിന് മുമ്പ് ആളെ പറഞ്ഞത് നന്നായി. ഇനി അവനെ പോയി കാണണം.